എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്ന ടോപ്പിക്സായ നീതി ആയോഗ്, പുത്തൻ സാമ്പത്തിക നയം, പഞ്ചവത്സര പദ്ധതി, കൺകറന്റ് ലിസ്റ്റ്, ഹരിത വിപ്ലവം എന്നീ വിഷയങ്ങളിൽ നിന്നും PSC ആവർത്തിച്ചിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ ബി, ഒഡീഷ. ഒഡീഷയാണ് നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി, ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് 1968 1970 കാലയളവിലാണ്. അപ്പോൾ നമുക്ക് ശരി ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തേത്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951-56 ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് 1978 1982 കാലയളവിലാണ്. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007-2012. അടുത്ത ചോദ്യം. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി, വനം. താഴെ തന്നിരിക്കുന്നവയിൽ വനം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്. ബാക്കി ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഇൻഷുറൻസ് യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. പോലീസ്, കൃഷി എന്നിവ സ്റ്റേറ്റ് ലിസ്റ്റിലും ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വനം കൺകറന്റ് ലിസ്റ്റിലും ഇൻഷുറൻസ് യൂണിയൻ ലിസ്റ്റിലും പോലീസ്, കൃഷി എന്നിവ സ്റ്റേറ്റ് ലിസ്റ്റിലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം. പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. 1. നാലാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 5% കൂടുതലാണ്. 2. വാർഷിക പദ്ധതികൾ നടപ്പാക്കിയത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ 4ാം പദ്ധതിയുടെയും ഇടയിലാണ്. 3. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മോഡൽ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയത്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റ് ഏത്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 1, 3. 1. ഒന്നാം ഘട്ടത്തിൽ ഹരിത വിപ്ലവം എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കി. 3. ഹരിത വിപ്ലവം ചെറുകിട കർഷകർക്ക് കൂടുതൽ ഗുണം ചെയ്തു. അടുത്ത ചോദ്യം. 1991 പുത്തൻ സാമ്പത്തിക നയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 1991 പുത്തൻ സാമ്പത്തിക നയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, 4 മാത്രം. 4. സമ്പദ് വ്യവസ്ഥയിൽ സ്വകാര്യ മേഖലയുടെ പങ്ക് കുറച്ചു. അപ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവനകൾ നോക്കാം. 1. പൊതുമേഖലയ്ക്ക് സംവരണം ചെയ്ത സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തു. 2. ഇറക്കുമതിക്ക് ബദൽ നയം തദ്ദേശീയ വ്യവസായങ്ങളെ സംരക്ഷിച്ചു. 3. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ലൈസൻസിംഗ് നിർത്തലാക്കി. അപ്പോൾ ഇവയൊക്കെയാണ് പുത്തൻ സാമ്പത്തിക നയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. അടുത്ത ചോദ്യം. നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, 3, 4. 3. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. 4. ഇത് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ്. ഇത് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, വ്യാപാരവും വാണിജ്യവും. വ്യാപാരവും വാണിജ്യവും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തതാണ്. ദത്തെടുക്കൽ,
തൊഴിലാളി സംഘടന, വനം എന്നിവ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവയാണ്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉം. 1 അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. 2 രാസവളങ്ങളും കീടനാശിനികളും. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളും കീടനാശിനികളും എന്നിവ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ പെടാത്തത് ഏത്? പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 2 മാത്രം. 2 വ്യവസായവൽക്കരണം. വ്യവസായവൽക്കരണം പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ ഉൾപ്പെടാത്തതാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി 3 മാത്രം. 3 1947 ഇന്ത്യയിൽ പ്ലാനിംഗ് ആരംഭിച്ചത്. അപ്പോൾ ശരിയായ പ്രസ്താവന നോക്കാം. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി PC മഹലനോബിസ് ആണ്. 2 സോവിയറ്റ് മാതൃകയിലുള്ള പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യ സ്വീകരിച്ചത്. അപ്പോൾ ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി PC മഹലനോബിസ് ആണ്. സോവിയറ്റ് മാതൃകയിലുള്ള പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യ സ്വീകരിച്ചത്. 1950 ഇന്ത്യയിൽ പ്ലാനിംഗ് ആരംഭിച്ചത്. നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 1ഉം 2ഉം. 1 ആസ്ഥാനം ന്യൂഡൽഹിയിലെ നീതി ഭവൻ. 2 സ്ഥാപിതമായത് 2015 ജനുവരി 1. ആസ്ഥാനം ന്യൂഡൽഹിയിലെ നീതി ഭവൻ, സ്ഥാപിതമായത് 2015 ജനുവരി 1 എന്നിവ നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏത്? താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായവ ഏതൊക്കെ? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം ശരിയാണ്. 1 സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ്. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ്. 2 ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 56 വരെയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 56 വരെയാണ്. 3 ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനമാണ് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനമാണ് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾക്ക് പ്രാധാന്യം നൽകിയത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ PC മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ PC മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം ശരിയാണ്. 1 കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാംഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു. കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാംഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു. 2 ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്ന് അറിയപ്പെടുന്നു. 3 PC മഹലനോബിസിൻ്റെ വികസന ആസൂത്രണ നയം 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത്. PC മഹലനോബിസിൻ്റെ വികസന ആസൂത്രണ നയം 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം. 1 ലോകബാങ്കിൻ്റെയും IMFൻ്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ലോകബാങ്കിൻ്റെയും IMFൻ്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. 2 ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ്.
ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണ നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണ നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ 2ഉം 3ഉം മാത്രം. 2. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെന്റ് പിൻവാങ്ങുക. 3. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെന്റ് പിൻവാങ്ങുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക എന്നിവയാണ് സ്വകാര്യവൽക്കരണ നയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഷയത്തിൽ പെടുന്നു? സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഷയത്തിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ സി കൺകറന്റ് ലിസ്റ്റ്. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും കൺകറന്റ് ലിസ്റ്റിലാണ് പെടുന്നത്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത്? ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ ബി 1970 പകുതി മുതൽ 1980 പകുതി വരെ. 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ് ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, നീതി ആയോഗുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? നീതി ആയോഗുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇനി താഴെ തന്നിരിക്കുന്ന നീതി ആയോഗുമായി യോജിക്കുന്ന പ്രസ്താവനകൾ നോക്കാം. സഹകരണ ഫെഡറലിസം ഉൾക്കൊള്ളുന്നു. പദ്ധതികളുടെ നിരീക്ഷണവും വിലയിരുത്തലും നടത്തുന്നു. നീതി ആയോഗ് ഊന്നൽ നൽകുന്നത് സാങ്കേതിക വിദ്യയുടെ നവീകരണത്തിലൂടെയുള്ള പദ്ധതികൾക്കും സംരംഭങ്ങൾക്കുമാണ്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആരാണ്? ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ഡോക്ടർ ഗ്രീൻ ഡാൾട്ടൺ. ഡോക്ടർ ഗ്രീൻ ഡാൾട്ടനാണ് ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉം. 1. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. 2. രാസവളവും കീടനാശിനികളും. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളും കീടനാശിനികളും എന്നിവ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകളാണ്. നീതി ആയോഗിന്റെ ആസ്ഥാനം. നീതി ആയോഗിന്റെ ആസ്ഥാനം. ആൻസർ ഓപ്ഷൻ ബി ഡൽഹി. ഡൽഹിയിലാണ് നീതി ആയോഗിന്റെ ആസ്ഥാനം. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ മൊണ്ടേക് സിംഗ് അലുവാലിയ. മൊണ്ടേക് സിംഗ് അലുവാലിയയാണ് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ. നീതി ആയോഗിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? നീതി ആയോഗിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ആൻസർ ഓപ്ഷൻ ഡി സർക്കാർ നയങ്ങൾ രൂപീകരിക്കാൻ പ്രവർത്തിക്കുന്ന ചിന്താശക്തി കേന്ദ്രവും ഉപദേശക സമിതിയുമാണ്. സർക്കാർ നയങ്ങൾ രൂപീകരിക്കാൻ പ്രവർത്തിക്കുന്ന ചിന്താശക്തി കേന്ദ്രവും ഉപദേശക സമിതിയും ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അടുത്ത ചോദ്യം, 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ആൻസർ ഓപ്ഷൻ ഡി സുസ്ഥിര വികസനം. സുസ്ഥിര വികസനമാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവത്തിന്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചത് ഏത് സംസ്ഥാനക്കാർക്കാണ്? ഹരിത വിപ്ലവത്തിന്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചത് ഏത് സംസ്ഥാനക്കാർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം. 2. പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾക്കാണ് ഹരിത വിപ്ലവത്തിന്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചത്. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട ചേരുംപടി ചേർക്കുക.
പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ സി 1B 2C 3A. 1. ആധുനികവൽക്കരണം, പുതിയ സാങ്കേതികവിദ്യ. 2. സ്വാശ്രയത്വം, ഇറക്കുമതി ബദൽ. 3. സമത്വം, അടിസ്ഥാന ആവശ്യങ്ങളുടെ സാക്ഷാത്കാരം. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇവയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇവയാണ്. ആൻസർ ഓപ്ഷൻ സി 1, 3, 4 ശരി. 1. HYV വിത്തുകൾ. 3. രാസവളങ്ങളും കീടനാശിനികളും. 4. ട്രാക്ടർ, പമ്പ് സെറ്റ് തുടങ്ങിയ ആധുനിക ഉപകരണങ്ങൾ എന്നിവയാണ് ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആര്? നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ സുമൻ ബെറിയാണ് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ. അടുത്ത ചോദ്യം, നീതി ആയോഗിൻ്റെ 2021-22 ആരോഗ്യ സൂചിക പ്രകാരം കേരളത്തിൻ്റെ ശിശുമരണ നിരക്ക് എത്ര? നീതി ആയോഗിൻ്റെ 2021-22 ആരോഗ്യ സൂചിക പ്രകാരം കേരളത്തിൻ്റെ ശിശുമരണ നിരക്ക്. ആൻസർ ഓപ്ഷൻ ബി ദേശീയ ശരാശരിയേക്കാൾ കുറവാണ്. 2021-22 ആരോഗ്യ സൂചിക പ്രകാരം കേരളത്തിൻ്റെ ശിശുമരണ നിരക്ക്. 13-ാം പദ്ധതിയുടെ 4 ദൗത്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? 13-ാം പദ്ധതിയുടെ 4 ദൗത്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഡിജിറ്റൽ ഇന്ത്യ മിഷനാണ് 13-ാം പദ്ധതിയുടെ 4 ദൗത്യങ്ങളിൽ ഉൾപ്പെടാത്തത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞനാര്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞൻ. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ കൺകറന്റ് ലിസ്റ്റ്. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1-ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള മാതൃക താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. താഴെ തന്നിരിക്കുന്നവയൊന്നും 1-ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള മാതൃക അല്ല. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി 1, 2, 3. 1. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ്. 2. ഭക്ഷ്യസ്വയം പര്യാപ്തത. 3. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ വനം വൈദ്യുതി കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ്? ആൻസർ ഓപ്ഷൻ ബി 1, 2, 3, 4, 5, 6. 1. വിദ്യാഭ്യാസം. 2. വനങ്ങൾ. 3. മായം ചേർക്കൽ. 4. തൊഴിലാളി സംഘടന. 5. വിവാഹവും വിവാഹമോചനവും. 6. ദത്തെടുക്കലും പിന്തുടർച്ചയും. വിദ്യാഭ്യാസം, വനങ്ങൾ, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹവും വിവാഹമോചനവും, ദത്തെടുക്കലും പിന്തുടർച്ചയും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവയാണ്. 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ എ 1, 3. 1. സ്ഥിരതയോടുകൂടിയ വളർച്ച. 3. സ്വാശ്രയത്വം. സ്വാശ്രയത്വം എന്നിവ 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. നീതി ആയോഗിൻ്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം
കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏത്? നീതി ആയോഗിന്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ എ ഉത്തരാഖണ്ഡാണ്. നീതി ആയോഗിന്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം. പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ഇന്ത്യയുടെ വികസനത്തിനായി വിഭാവനം ചെയ്ത പ്രധാന പദ്ധതികളിൽ അനുയോജ്യമല്ലാത്തത് ഏത്? പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ഇന്ത്യയുടെ വികസനത്തിനായി വിഭാവനം ചെയ്ത പ്രധാന പദ്ധതികളിൽ അനുയോജ്യമല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി, എല്ലാം അനുയോജ്യമാണ്. അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ADP ആസ്പിരേഷണൽ ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം, AIM അടൽ ഇന്നൊവേഷൻ മിഷൻ, SDG ഇന്ത്യ ഇൻഡെക്സ്, ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ ലെക്ചർ സീരീസ്. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ A2, B3, C1, D4, E5. എ ഒന്നാം പഞ്ചവത്സര പദ്ധതി, കൃഷിക്ക് പ്രാധാന്യം. ബി രണ്ടാം പഞ്ചവത്സര പദ്ധതി, PC മഹലനോബിസ്. സി മൂന്നാം പഞ്ചവത്സര പദ്ധതി, ഗാഡ്ഗിൽ യോജന. ഡി ഒൻപതാം പദ്ധതി, സാമൂഹ്യനീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ വളർച്ച. ഈ 11ാം പദ്ധതി, ഇൻക്ലൂസീവ് ഗ്രോത്ത്. അടുത്ത ചോദ്യം, കൺകറന്റ് സബ്ജക്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏത്? കൺകറന്റ് സബ്ജക്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, വിദ്യാഭ്യാസം. വിദ്യാഭ്യാസമാണ് കൺകറന്റ് സബ്ജക്റ്റിൽ ഉൾപ്പെട്ട വിഷയം. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ ഏവ? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. 1. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. 2. മെച്ചപ്പെട്ട ജലസേചന സൗകര്യം. മെച്ചപ്പെട്ട ജലസേചന സൗകര്യം. 3. കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായം. കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായം. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ ബി, മൂന്നാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് ഏത്? ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി, ഭക്ഷ്യധാന്യങ്ങളുടെ വില വർധനവ്. ഭക്ഷ്യധാന്യങ്ങളുടെ വില വർധനവ് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് ആണ്. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളായ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയിലേക്ക് നയിക്കാതിരുന്ന ഘടകം തിരിച്ചറിയുക. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളായ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയിലേക്ക് നയിക്കാതിരുന്ന ഘടകം തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ സി, കാർഷികോൽപാദനത്തിലെ സ്തംഭനാവസ്ഥ. കാർഷികോൽപാദനത്തിലെ സ്തംഭനാവസ്ഥയാണ് 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളായ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയിലേക്ക് നയിക്കാതിരുന്ന ഘടകം. പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏത്? പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, 1ഉം 4ഉം. 1. GDPയുടെ വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ച. GDPയുടെ വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ച. 4. നീതിയുടെ അഭാവത്തിൽ സാമ്പത്തിക വളർച്ച നിരർത്ഥകമാണ്. നീതിയുടെ അഭാവത്തിൽ സാമ്പത്തിക വളർച്ച നിരർത്ഥകമാണ്. താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി, 1ഉം 2ഉം 3ഉം. 1. ഇതിൻ്റെ വക്താവ് MS സ്വാമിനാഥനാണ്. 2. ആദ്യകാലഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 3. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണിത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ വക്താവ് MS സ്വാമിനാഥൻ ആണ്. ആദ്യകാലഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള
കൃഷി രീതിയാണിത്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. 1. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. 2. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്ന് അറിയപ്പെടുന്നു. 3. ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. 4. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. അപ്പോൾ ഏതൊക്കെയാണ്? ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 1950. 1950 ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, 1ഉം 2ഉം. 1. വിദേശകാര്യം. 2. പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്. വിദേശകാര്യവും പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫുമാണ് കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത്. ഉദാരവൽക്കരണ നയത്തിൻ്റെ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ. ഉദാരവൽക്കരണ നയത്തിൻ്റെ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ ബി, വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ. വ്യാവസായിക ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങളാണ് ഉദാരവൽക്കരണ നയത്തിൻ്റെ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? ആൻസർ ഓപ്ഷൻ സി, 3-ാം പഞ്ചവത്സര പദ്ധതി. 3-ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത്. താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത്. താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നത് താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരാത്തതാണ്.